നമസ്കാരം. സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണതയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. വ്യക്തിവൈരാഗ്യത്തിന്റെ മറവിൽ ഈ നിയമം പല സ്ത്രീകളും ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കോടതി ഇത്തരം വിമർശനം നടത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകളില്ലാതെ ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ഈ നിയമം ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഈ നിയമം ദുരുപയോഗം ചെയ്ത് പ്രതികാരം തീർക്കാൻ ദുരുപയോഗിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കരുതെന്ന് രാജ്യത്തെ കോടതികളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സ്ത്രീധന നിരോധന നിയമത്തെ ദുരുപയോഗപ്പെടുത്തി ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ പല സ്ത്രീകളും കള്ളക്കേസുകൾ നൽകുന്നുണ്ടെന്ന് ജസ്റ്റിസ് BV നാഗരത്നയും N കോടീശ്വർ സിംഗും ഉൾപ്പെടുന്ന ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത്തരം കേസുകൾ പരിഗണനയിൽ വന്നാൽ അവ തള്ളിക്കളയണമെന്നും കീഴ്ക്കോടതികളോട് കോടതി നിർദ്ദേശിച്ചു. ഗാർഹിക തർക്കങ്ങൾ സംബന്ധിച്ച കേസുകൾ രാജ്യത്ത് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാനുള്ള നിയമത്തിന്റെ ഉദ്ദേശശുദ്ധി ഇല്ലാതാക്കരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന സ്വദേശി നൽകിയ അപ്പീൽ പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും സ്വീകരിക്കുന്നതും കുറ്റകരമായി പരിഗണിക്കുന്ന സ്ത്രീധന നിരോധന നിയമം 1961 കേന്ദ്ര സർക്കാർ പാസാക്കിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹശേഷം സ്ത്രീകൾ ഭർതൃഗൃഹങ്ങളിൽ മാനസിക ശാരീരിക പീഡനങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരകളാകുന്ന അവസ്ഥയ്ക്ക് തടയിടുന്നതിനാണ് ഇത്തരമൊരു നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ മിക്കപ്പോഴും ഭർത്താവുമായോ ഭർത്തൃ വീട്ടുകാരുമായോ പൊരുത്തപ്പെടാനാകാത്ത സാഹചര്യങ്ങളിൽ തങ്ങൾക്ക് നിയമ മുൻതൂക്കം ലഭിക്കുമെന്ന ഉറപ്പിൽ പല സ്ത്രീകളും സ്ത്രീധന നിരോധന നിയമത്തെ ദുരുപയോഗം ചെയ്തു വരുന്നുണ്ട്. അടുത്ത കാലത്ത് തന്നെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില സംഭവങ്ങൾ അതിന് തെളിവാണ്. സ്ത്രീധന നിരോധന നിയമപരിരക്ഷയ്ക്കായി കള്ളക്കേസുകളുമായി കോടതിയെ സമീപിക്കുമ്പോൾ അതുകൂടാതെ സ്വന്തം മക്കളെ പോലും ദുരുപയോഗം ചെയ്തുവെന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉയർത്തി പോക്സോ കേസുകളും ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ഉയർത്തുന്നതും ഇന്ന് പതിവായിരിക്കുകയാണ്. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഭർത്തൃവീട്ടിൽ ഗാർഹിക തർക്കങ്ങൾ ഉണ്ടായാൽ വിവാഹവേളയിൽ സ്വന്തം വീട്ടിൽ നിന്നും ലഭിച്ച സമ്മാനങ്ങളും പണവും പെരുപ്പിച്ചു കാട്ടി കേസ് കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയുമാണ്. സ്ത്രീധന പീഡന കേസുകളിൽ കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും അവരുടെ പേരിലും കേസ് കൊടുക്കുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി സ്ത്രീധന നിരോധന നിയമം ദുരുപയോഗം ചെയ്യരുതെന്ന രൂക്ഷ വിമർശനം ഉയർത്തിയത്. വ്യക്തമായ തെളിവുകളില്ലാതെ ആരോപണങ്ങളുടെ പേരിൽ മാത്രം കേസെടുക്കരുത്. നിരപരാധികളായ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കാൻ നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ നിയമപാലകർ ജാഗ്രത പാലിക്കണം, സുപ്രീം കോടതി പറഞ്ഞു. എന്നാൽ ഗാർഹിക ക്രൂരതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ നിശബ്ദരായി ഇരിക്കണമെന്നോ പരാതി നൽകരുതെന്നോ അല്ല കോടതി ഈ നിരീക്ഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും കോടതി കൂട്ടിച്ചേർത്തു. വാർത്തയുടെ നിറം തേടി തനി നിറം.